ഹായ്, നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ക്രീനുകളുടെ മുമ്പിലാണ് അല്ലേ? മൊബൈലാണെങ്കിലും ടി വി ആണെങ്കിലും ടാബ് ആണെങ്കിലും സമയം നോക്കാൻ സ്മാർട്ട് വാച്ച് ആണെങ്കിലും കാറിൽ കയറിയാൽ ഡിജിറ്റൽ കോക്പിറ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സ്ക്രീനുകളുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹായ്, ഞാൻ ഡോക്ടർ എഡ്വിൻ റോസാർത്തോ, കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻസിൽ ഒരാളാണ്. നിങ്ങൾ ഊഹിക്കുന്ന പോലെ നമ്മളിന്ന് സംസാരിക്കുന്നത് സ്ക്രീൻ ടൈമിനെ കുറിച്ചാണ്. എന്താണ് സ്ക്രീൻ ടൈം? ഒരു വ്യക്തി ഒരു 24 hours ഒരു ദിവസത്തിൽ ആകെ ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള മൊബൈല്, ടി വി, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള എല്ലാ സ്ക്രീനുകളുടെ മുമ്പിൽ ആകെ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ ടോട്ടലാണ് ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിൽ ചെലവഴിക്കുമ്പോൾ കാണുന്ന കണ്ടൻറ്റിനെ ആസ്പദമാക്കി നമ്മൾ കാണുന്ന സ്ക്രീൻ ടൈം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് തിരിക്കാറുണ്ട്. പോസിറ്റീവ് അല്ലെങ്കിൽ ആരോഗ്യപരമായ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ അറിവുകൾ സമ്പാദിക്കാനായിട്ട് ഉതകുന്ന പുതിയ കഴിവുകളോ നൈപുണ്യങ്ങളോ സ്വായത്തമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്ക്രീൻ ടൈമിനാണ് പോസിറ്റീവായിട്ടുള്ള സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അതേസമയം നെഗറ്റീവ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം കൊല്ലുന്ന, നമുക്ക് ഒരു തരത്തിലും ക്രിയാത്മകമായി ഉപകരിക്കാത്ത സമയത്തെയാണ് നമ്മൾ നെഗറ്റീവ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. സ്ക്രീൻ ടൈമിനെ പറ്റി പറയുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ടത് കണ്ണുകളെക്കുറിച്ച് തന്നെയാണ്. കണ്ണുകൾ വരണ്ടു പോവുക, കണ്ണ് സ്ട്രെയിൻ വരിക, ഒരുപാട് വെള്ളം എടുക്കുക, തലവേദന വരിക, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരിക, മങ്ങൽ വരിക, ഇതൊക്കെ സ്ക്രീനിൻ്റെ മുമ്പിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ചിലതാണ്. കണ്ണുകളുടെ ഈ പരാമർശിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് 20-20-20 റൂൾ എന്ന് പറയുന്നത്. അതായത് 20 മിനിറ്റ് കൂടുമ്പോൾ ഒരു 20 സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 20 അടി ദൂരേക്ക് നോക്കി കുറച്ചു നേരം ചെലവഴിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിന് ഉണ്ടാകുന്ന സ്ട്രെയിന് ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കണ്ണുകൾക്ക് ശേഷം പിന്നെയുള്ള കുറേ ഓർത്തോപീഡിക് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരു സ്ക്രീനിൽ കുറേ സമയം ഒരേ രീതിയിൽ നോക്കിയിരിക്കുമ്പോൾ കഴുത്തിന് വേദന, ഉളുക്കുക, അങ്ങനെ നടുവിന് വേദന എടുക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഓർത്തോ ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ എത്തിക്കുന്ന രീതിയിലുള്ള കുറേ പ്രശ്നങ്ങളും സ്ക്രീൻ ടൈമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. ഇതിന് പരിഹാരമായിട്ട് പറയുന്നത്, ഞാൻ ആദ്യം ഇരുന്നപ്പോൾ നമ്മൾ മൊബൈലിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു, പക്ഷേ ആ പൊസിഷൻ കറക്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ ലെവലിലേക്ക് മൊബൈൽ പോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരിക. നമ്മളൊരു സ്ക്രീനാണ് വ്യൂ ചെയ്യുന്നതെങ്കിൽ ആ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലത്തെ ബോർഡർ നമ്മുടെ കണ്ണിൻ്റെ ലെവലിന് താഴെയാക്കുക. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആക്കുക. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടുവ് നിവർക്കുന്ന രീതിയിൽ, നടുവിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഒരു സ്ക്രീനിന് മുമ്പിൽ ഇരിക്കാനായിട്ട്. കാൽപാദങ്ങൾ രണ്ടും തറയിൽ ഉറപ്പിച്ചിരിക്കണം. നമ്മുടെ കൈ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കീബോർഡിലായിരിക്കരുത് റെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ സൈഡിലുള്ള കൈപിടിയിലായിരിക്കണം നമ്മുടെ കൈ റെസ്റ്റ് ചെയ്യുന്നത്. കഴുത്ത് നേരെ ഇരിക്കണം. ഇങ്ങനെ പൊസിഷൻ കറക്റ്റാക്കുന്ന വഴി നമ്മളിപ്പോൾ പറഞ്ഞ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, നടുവിന് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. കേവലം കണ്ണിനും കഴുത്തിനും മാത്രം പ്രശ്നം നൽകുന്ന ഒരു സംഗതിയല്ല സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. നമുക്ക് മാനസികവും ബൗദ്ധികവുമായ രീതിയിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസസ് സ്ക്രീൻ ടൈമിന് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ സംസാരിച്ചു തുടങ്ങാനുള്ള താമസം, ഒരു കാര്യം ഉടനെ തന്നെ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ അകാരണമായ ദേഷ്യം, വയലൻസ്, പിന്നെ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, കുറേ ദൂരെ കുറേ ആൾക്കാർ ചേർന്ന് ആഘോഷിക്കുന്നു, അതിൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മളവിടെ ഉണ്ടാകാൻ സാധിച്ചില്ലല്ലോ, അവർ നമ്മളില്ലാതെ സന്തോഷിക്കുവാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സംഗതി. പിന്നെ ഫിയർ ഓഫ് ബീങ് ലെഫ്റ്റ് ഔട്ട്, കാലത്തിൻ്റെ പോക്കിനനുസരിച്ച് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ക്രീൻ ടൈമായിട്ട് ബന്ധപ്പെട്ട മാനസികമായ പ്രശ്നങ്ങളാണ്. സ്ക്രീൻ ടൈമിനെ പറ്റി ഇത്തരം പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണഗണങ്ങളെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ കണ്ടാണ് ഒരുപാട് കുഞ്ഞുങ്ങളുടെ, ഒരുപാട് വ്യക്തികളുടെ ഒരുപാട് കഴിവുകൾ ലോകം അറിഞ്ഞത് നമ്മളെല്ലാം സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് സ്ക്രീൻ ടൈമിൻ്റെ കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിന് തീരെ അനുവദിക്കപ്പെട്ടിട്ടേ ഇല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ പറയുന്നതനുസരിച്ച്. പലപ്പോഴും അടുത്ത ബന്ധുക്കളെ വീഡിയോ കോൾ വിളിക്കുന്ന ഒഴിച്ചാൽ വേറൊരു തരത്തിലും സ്ക്രീനിന് മുമ്പിൽ കുട്ടികളെ ഇരുത്തരുന്നതാണ്. 2 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ പരമാവധി 1 മണിക്കൂറാണ് ഒരു ദിവസം സ്ക്രീനിന് മുമ്പിൽ ചെലവഴിക്കാനായിട്ട് മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത്. 5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ അവരുടെ സ്കൂൾ വർക്ക്, അവർക്ക് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, അധികം സ്ക്രീനിൻ്റെ മുമ്പിൽ ചെലവഴിക്കാതെ കളിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സമയം പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീകൃത സ്ക്രീൻ ടൈമാണ് അവർ നിർദ്ദേശിക്കുന്നത്. വിനോദത്തിനും വിജ്ഞാനത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും നമ്മുടെ നൈപുണ്യങ്ങളെ പോഷിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ കൂടുതലായി നമ്മുടെ സ്ക്രീൻ ടൈമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മുന്നേറാം. താങ്ക് യു.